കർക്കിടക സംക്രാന്തിയുടെ അന്ന് മൈലാഞ്ചിയിടലിനൊപ്പമാണ് കുഞ്ഞുണ്ണി മുക്കുറ്റിച്ചാന്ത് എന്ന് കേൾക്കുന്നത്. എന്തായി മുക്കുറ്റിച്ചാന്ത്? അങ്ങനെയാണ് കുഞ്ഞുണ്ണിയും അമ്മയും മുക്കുറ്റിക്കായി തൊടിയിലേക്ക് ഇറങ്ങുന്നത്. വഴിവക്കിൽ ഒരു മുക്കുറ്റിക്കൂട്ടം. പക്ഷെ പൂവ് മൊത്തം മഴത്തണുപ്പിൽ ഇതളെല്ലാം കൂട്ടിപ്പിടിച്ച് കൂമ്പി ഒതുങ്ങി നിൽപ്പാണ്. മുക്കുറ്റി കണ്ട ഒരു തെങ്ങിൻ്റെ പോലുണ്ട്. അതുകൊണ്ടാണ് അതിന് നിലംതെങ്ങ് എന്ന് പേര് എന്നപ്പുറം ചാടി ഒരു കുഞ്ഞിത്തവള. കുഞ്ഞുണ്ണിക്കൊരു മുക്കുറ്റിച്ചിരി. ഇല പറിച്ച് തിരിച്ചു പോരും വഴി മഴ. കുട മുഴുവനായി നിവർത്താതെ കൂമ്പിപ്പിടിച്ചും കൊണ്ട് കുഞ്ഞുണ്ണി. അങ്ങനെയല്ലേ മുക്കുറ്റിപ്പൂ നിൽക്കണത്? കുഞ്ഞുണ്ണി അമ്മയുടെ കൺമുന്നിലൊരു മഞ്ഞപ്പൂമ്പാറ്റ. കുഞ്ഞുണ്ണി കയ്യിൽ വെച്ച് ഇലഞ്ഞെരടി മുക്കുറ്റിച്ചാന്തുണ്ടാക്കുന്ന കുഞ്ഞുണ്ണി അമ്മയോട് കുഞ്ഞുണ്ണിയുടെ ചോദ്യം. മൈലാഞ്ചിടണ പോലെ ഇതും ഗേൾസിന് മാത്രമേ തൊടാൻ പറ്റുള്ളൂ? അതിന് മറുപടി പറയാതെ കുഞ്ഞുണ്ണിയുടെ നെറ്റിയിൽ ഒരു കുറി വരയ്ക്കുമ്പോൾ കുഞ്ഞുണ്ണി അമ്മ ഓർത്തത് മുക്കുറ്റിയുടെ വേറൊരു പേര്, തീണ്ടാനാഴി. തീണ്ടലും തൊടിയിലും പറഞ്ഞിട്ടുള്ള ഗേൾസിന് വേണ്ടിയെന്നോണം ഒരു കുഞ്ഞു മരുന്ന് ചെടി. ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, അക്കാലത്തെ കടുത്ത തലവേദന തുടങ്ങി പലതരം ഇണ്ടലുകളിൽ നിന്നും തീണ്ടലിൽ നിന്നും പുറത്തു കടക്കാനൊരു ഇടനാഴി. മുക്കുറ്റി നീര് ചാന്തായി നെറ്റിയിൽ തൊടുമ്പോൾ അതിലൊരു തുള്ളി നെറുകിലും എത്തിച്ചിട്ടുണ്ടാവും പണ്ടുള്ളവർ. മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കൈമാറി വരുമ്പോൾ കൈമോശം വരുന്നതെത്ര, കയ്യിൽ ശേഷിക്കുന്നതെത്ര.